സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ക്യാൻഡിൽസ്റ്റിക്കിനെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ബേസിക് പറഞ്ഞിരുന്നു. അതിൽ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജിയും പറഞ്ഞിരുന്നു. അതായത് ക്യാൻഡിൽസ്റ്റിക്ക് യൂസ് ചെയ്ത് ഒരുപാട് സ്ട്രാറ്റജി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൊരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സ് ഡേ ടൈം ഫ്രെയിം ആക്കും. അതായത് കഴിഞ്ഞൊരു ദിവസത്തെ ടൈം ഫ്രെയിം ആക്കിയിട്ട് അതിൽ ഇതേപോലെ നമ്മൾ ഹൈയും ലോയും മാർക്ക് ചെയ്യും. ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈയിലേക്ക് പോകും. അതല്ല ലോ ആണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെല്ലിലേക്ക് പോകും. അപ്പോൾ ഒരുപാട് പേർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്സും സക്സസ്ഫുൾ ആകണമെന്നില്ല. വളരെ കുറച്ച് സ്റ്റോക്സ് മാത്രമായിരിക്കും ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ കുറച്ച് മുകളിലേക്ക് കയറി പോകുന്നത്, അതല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരുന്നത്. അതെല്ലാം ഒരുപാട് സ്റ്റോക്സുകൾ ജസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റോക്ക് സെലക്ഷനാണ്. ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോക്സ് ആണ് നമുക്ക് പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് എടുക്കാൻ പറ്റിയതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് നാരോ റേഞ്ച് സ്റ്റോക്സ് ആണ്. അതായത് എന്താണ് ഈ നാരോ റേഞ്ച് സ്റ്റോക്സ് നമുക്ക് പരിചയപ്പെടാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് NR7 ആൻഡ് NR4 ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് എന്താണ് NR7 ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാണ് NR7 ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ 6 ദിവസത്തെ ഹൈയും ലോയ്ക്കും ഉള്ളിൽ ആവഴിക്കണം ഈ 7ാമത്തെ ദിവസത്തെ ഹൈയും ലോയും. അത്തരം സ്റ്റോക്സുകളെയാണ് നമ്മൾ NR7 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7ാമത്തെ ദിവസത്തെ ഹൈയും ലോയും മറ്റ് 7 ദിവസത്തെ അപേക്ഷിച്ച് ചെറുതാണെങ്കിൽ, അതായത് മറ്റ് ക്യാൻഡിൽസിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ അത്തരം സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം ആ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈയും, ലോ ബ്രേക്ക് ചെയ്യുമെങ്കിൽ സെല്ലും ചെയ്യും. അപ്പോൾ ഇത് സെയിം തന്നെയാണ് NR4 എന്ന് പറയുന്നത്. ഇപ്പോൾ NR7 നമ്മൾ 7 ദിവസത്തെ ആണെങ്കിൽ NR4 4 ദിവസത്തിന് എടുക്കുന്നത്. അതായത് ഈ 4ാമത്തെ ദിവസത്തെ ഹൈയും ലോയും മറ്റ് 3 ദിവസത്തെ അപേക്ഷിച്ച് ചെറുതായിരിക്കണം. അപ്പോൾ അത്തരം സ്റ്റോക്സുകളെയാണ് നമ്മൾ NR4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളുടെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്യുമെങ്കിൽ ബൈയും, ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലും നമ്മൾ പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് NR7 NR4 ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മാനുവലി ഈ എല്ലാ സ്റ്റോക്സുകളും നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റോക്സുകളാണ് NR4 വന്നിട്ടുള്ളത്, NR7 വന്നിട്ടുള്ളതെന്ന് നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് F&Oയിലെ ക്യാഷ് സ്റ്റോക്കുകളാണ് മെയിനായിട്ട് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത്. പക്ഷേ 130-130 സ്റ്റോക്സിന് മേലെയുണ്ട് F&O സ്റ്റോക്സ്. അപ്പോൾ അത്രയും സ്റ്റോക്സുകൾ ഓരോന്നായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു സ്കാനർ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്കാനർ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ സ്കാനറിൽ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഈ NR4 അല്ലെങ്കിൽ NR7 പെർഫെക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ആ സ്കാനർ കാണിച്ചു തരും. അപ്പോൾ അത്തരം സ്റ്റോക്സുകൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം അത്തരം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈയും, ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ലും ചെയ്താൽ മതി. അപ്പോൾ ആ സ്കാനർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ചാർട്ടിംഗ് വെബ്സൈറ്റിൽ പോയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ charting.com പോവാം. അവിടെ ക്രിയേറ്റ് സ്കാനർ ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളവിടെ പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈ എന്നൊരു ഓപ്ഷൻ കാണാം, ഹൈ ക്ലിക്ക് ചെയ്യാം. ലേറ്റസ്റ്റ് ഹൈ ലെസ് ദാൻ ഹൈ 1 day ago എന്ന് കാണാം. അപ്പോൾ ഇപ്പോഴത്തെ ഹൈ, അതായത് ലേറ്റസ്റ്റ് ഹൈ വരുന്നത് ലെസ് ദാൻ ആയിരിക്കണം. 1 day ago ഹൈ, അത് ഇന്നലത്തെ ഹൈനും കാട്ടി ചെറുതായിരിക്കണം. ഇനി ഇതേപോലെ ഒരു 6 നമുക്കിവിടെ കോപ്പി ചെയ്യണം. ഇപ്പോൾ 1 2 3 4 5 6. ഇനി ഇവിടെ നമ്മൾ 1 day agoൻ്റെ അവിടെ ഇനി 2 ആക്കാം, ഇവിടെ 3 ആക്കാം. ഇവിടെ നമ്മൾ 4 ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ 5 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 6 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഹൈ കണ്ടീഷൻ എല്ലാം ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് ലോ കണ്ടീഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ലോ സെലക്ട് ചെയ്യാം. ലേറ്റസ്റ്റ് ലോ ഗ്രേറ്റർ ദാൻ ലോ 1 day ago ലോ. ഇനിയും ഇതും ഒരു 6 കോപ്പി ചെയ്യാം. 1 2 3 4 5 6. ഇനി ഇവിടെ നമുക്ക് നമ്പർ സെലക്ട് ചെയ്യാം. 2 3 4 5 6.
ഇപ്പോൾ നമ്മുടെ NR7 സ്കാനർ ആയിട്ട് ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ NR7 സ്കാനറാണ്. അതിനോട് ക്യാഷ് മാറ്റിയിട്ട് നമുക്കുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആക്കാം. അപ്പോൾ ഫ്യൂച്ചർ സ്റ്റോക്സ് മാത്രമേ ഫിൽറ്റർ ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തേക്ക് ഏതെങ്കിലും NR7 സ്റ്റോക്സിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ NR7 സ്റ്റോക്സ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്കത് NR4 വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ NR4 വരുന്നുണ്ട് നോക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ 3 days എഗോ വരെ മതി. നമുക്ക് 4 days 5 days 6 days ഒക്കെ കുറയ്ക്കാം. നമുക്കിവിടെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി റൺ കൊടുക്കാം. അപ്പോഴും സ്റ്റോക്സ് ഒന്നും വന്നിട്ടില്ല. അതായത് ഇപ്പോൾ NR7 NR4 അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റോക്സ് ഒന്നും മാച്ച് ചെയ്തിട്ടില്ല, ഫ്യൂച്ചർ സ്റ്റോക്സ്. ഇനി വേണമെങ്കിൽ ക്യാഷ് സ്റ്റോക്സ് വരെ നോക്കാം, ഏതെങ്കിലും സ്റ്റോക്സ് ക്യാഷിൽ വന്നിട്ടുണ്ടോ എന്ന്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശരിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റോക്സിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ NR4 ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ NR4 കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ നമുക്ക് V-Guard വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വേണമെങ്കിൽ V-Guard എടുത്ത് നോക്കാം. V-Guard ചെറിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അത് നാലാമത്തെ ദിവസത്തെ ക്യാൻഡിലാണ്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു ഹൈയും ലോയ്ക്കും ഉള്ളിലായിരിക്കണം 4ാമത്തെ ദിവസത്തെ ക്യാൻഡിൽ. കണ്ടോ ആ കഴിഞ്ഞ 3 ദിവസത്തെ ഇതാണ് ഹൈയും ലോയും. കണ്ടോ അതിൻ്റെ ഉള്ളിലാണ്, ചെറിയ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് അടുത്ത ദിവസം ഈ ഒരു ഹൈയും ലോയും വാല്യൂ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യും, താഴേക്ക് പോകുമ്പോൾ സെല്ല് ചെയ്യും. നമ്മൾ V-Guard നോക്കിയിരിക്കുന്നത് അങ്ങനെ ഓരോ സ്റ്റോക്സും വേണമെങ്കിൽ നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നോക്കാറ് ഫ്യൂച്ചർ സ്റ്റോക്സ് ആണ്, ക്യാഷ് സ്റ്റോക്ക് അങ്ങനെ നോക്കാറില്ല. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശരിയാണോ എന്നറിയാൻ വേണ്ടി കൊടുത്തതാണ്. ഇനി വേണമെങ്കിൽ ഒരു സ്റ്റോക്സ് കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ലൊരു മൂവ്മെൻറ്റ് സ്റ്റോക്സാണ്. അപ്പോൾ ഉണ്ടോ ഇത് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള 3 ദിവസം 1 2 3 ഈ 3 ദിവസത്തെ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ലോ ആണ്. ആ ഹൈക്കും ലോയ്ക്കും ഉള്ളിലാണ്. കണ്ടോ ആ 3 ദിവസം വന്നിരിക്കുന്ന ഹൈക്കും ലോയ്ക്കും ഉള്ളിലാണ് 4ാമത്തെ ദിവസത്തെ വന്നിരിക്കുന്ന ഹൈയും ലോയും. അപ്പോൾ ഒരു ഇൻസൈറ്റിലേക്ക് വന്നു. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഔട്ടാണ് ബൈയും സെല്ലും നമ്മൾ നോക്കാറ്. ഇതിപ്പോൾ നമ്മൾ NR4 ആണ് നോക്കിയത്. നമുക്കിനി NR7 ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഫ്യൂച്ചർ സ്റ്റോക്സിൽ ഒന്നും മാച്ച് ചെയ്ത് വന്നിട്ടില്ല ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ നമുക്കിനി ക്യാഷ് സ്റ്റോക്സിൽ ഏതെങ്കിലും സ്റ്റോക്സിൽ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടോ നോക്കാം. NR4 അല്ല NR7. ഓക്കെ, ക്യാഷ് സ്റ്റോക്സിലും NR7 ഇപ്പോൾ ഒന്നും മാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സ് വരികയാണെങ്കിൽ നമുക്കിവിടെ റിസൾട്ട് ആയിട്ട് കാണിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് നമ്മൾ NR7 നോക്കാം. അപ്പോൾ NR7 ഏതെങ്കിലും സ്റ്റോക്സ് കണ്ടില്ലെങ്കിൽ നമ്മളിത് ഇവിടെ തുടങ്ങി നമുക്ക് 4ാമത്തെ ഡേയ്സ് തുടങ്ങി ഡിസേബിൾ ആക്കാം. ഡിസേബിൾ ആക്കിയിട്ട് നമുക്ക് NR4 എങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ NR4 വരുന്ന സ്റ്റോക്സിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേ വരുന്ന സ്റ്റോക്സിൽ എടുത്തിട്ട് അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഹൈ ബ്രേക്ക് ചെയ്ത ബൈ, ലോ ബ്രേക്ക് ചെയ്ത സെല്ല്. അപ്പോൾ ഇതേ സമയം നമ്മൾ ട്രെൻഡ് കൂടി നോക്കുന്നത് നല്ലതായിരിക്കും ആ സ്റ്റോക്സിൻ്റെ. ഇപ്പോൾ ഇത് നമുക്ക് 1 ഇയർ നോക്കാം, അല്ലെങ്കിൽ ഒരു 6 months ട്രെൻഡ് നോക്കാം. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ട്രെൻഡിലാണ് പോകുന്നത് ഇപ്പോൾ. കാരണം ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, നമ്മൾ വരച്ചിരിക്കുന്ന പോലെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരു ബൈ ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു സ്റ്റോക്സിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ബൈയിലേക്ക് പോകണമായിരിക്കും നല്ലത്. അതായത് V-Guard ഒരു ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ബൈയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തു, ഒരുപാട് സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ ഈ സ്റ്റോക്സ് കാണിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് NR7 NR4 സ്റ്റോക്സുകൾ ഒരുപാട് വരികയാണെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ആ സ്റ്റോക്സിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാമെന്ന്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുമ്പോൾ അതൊരു റെസിസ്റ്റൻസിൽ അടിച്ച് നിൽക്കുകയാണ്. കണ്ടോ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസിൽ അടിച്ച് നിൽക്കുകയാണ് ഈ സ്റ്റോക്സ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് അടിച്ച് താഴേക്ക് വരാനുള്ള ടെൻഡൻസിനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഡൗൺ ട്രെൻഡാണ് കൂടുതൽ ചാൻസ് കാണിക്കുന്നത്. അപ്പോൾ സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് എടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്സ്. അപ്പോൾ ഇത് നമ്മൾ ക്യാഷ് സ്റ്റോക്സ് ആണ്. നമുക്ക് ഫ്യൂച്ചർ സ്റ്റോക്സിൽ വരുന്ന ക്യാഷ് സ്റ്റോക്സ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്യാഷാണ് ഇട്ടിരിക്കുന്നത്, അത് ഫ്യൂച്ചർ ആക്കിയിട്ട് എല്ലാ ദിവസവും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം.
അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സുകൾ ഈ നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്കൗട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്കൗട്ടിൽ ഈ നാരോ റേഞ്ച് വളരെ എഫക്റ്റീവായ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്നത് നമുക്കറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ടൊരു സ്കാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നാളത്തേക്കുള്ള സ്റ്റോക്സ് നമുക്ക് ഇവിടെ കിട്ടും. അതല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും നമുക്ക് ഈ സ്റ്റോക്സിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് NR4 NR7 സ്കാനർ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു സ്കാനർ ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും ഏതൊക്കെ സ്റ്റോക്സുകളാണ് NR7 അല്ലെങ്കിൽ NR4 മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം സ്റ്റോക്സുകൾ എടുത്തിട്ട് അതിൻ്റെ ഹൈയും ലോയും ബ്രേക്കൗട്ട് നോക്കാം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വീണ്ടും മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ഹൈയും ലോയും ഏറ്റവും കൂടുതൽ ചെറുതായി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സ്റ്റോക്സുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ മാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്സുകളാണെങ്കിൽ അതും സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് പിന്നെയും ഈ ലിസ്റ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ട്രെൻഡിങ് പോകുന്ന സ്റ്റോക്സ് ആണെങ്കിൽ നമുക്ക് NR7 അല്ലെങ്കിൽ NR4 എടുക്കുമ്പോൾ അതിൽ ബൈ സൈഡ് മാത്രം നോക്കിയാൽ മതി. അതല്ല ഇപ്പോൾ ഡൗൺ സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആ ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു സെല്ല് മാത്രം നോക്കിയാൽ മതി. അതായത് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് എന്ന രീതിയിൽ കൺസെപ്റ്റിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്കൗട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നതാണ്. അപ്പോൾ അതായത് പ്രീവിയസ് ഡേയിൽ ഹൈ ബ്രേക്ക് ചെയ്ത ബൈയും ലോ ബ്രേക്ക് ചെയ്ത സെല്ലും, അതാണ് പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി. പിന്നെ അടുത്തതായി നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇതിന് വേണ്ടി സെലക്ട് ചെയ്യാൻ നല്ലതെന്നുള്ളത് നമുക്ക് നാരോ റേഞ്ച് സ്റ്റോക്സ് അല്ല. നാരോ റേഞ്ചിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് NR7 NR4 അപ്പോൾ NR7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് 7 ദിവസത്തെ ക്യാൻഡിൽസ് എടുക്കും 1 ഡേ. അതിൽ 7ാമത്തെ ദിവസത്തെ ഹൈയും ലോയും കഴിഞ്ഞ 6 ദിവസത്തെ ക്യാൻഡിലിനെയും കാട്ടി ചെറുതായിരിക്കണം. അതിനാണ് നമ്മൾ NR7 എന്ന് പറയുന്നത്. അതുപോലെ NR4 ആണെങ്കിൽ 4 ദിവസത്തെ ഡേ ക്യാൻഡിൽസ് എടുത്തിട്ട് ഈ 4ാമത്തെ ദിവസത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മറ്റ് 3 ദിവസത്തെ അപേക്ഷിച്ച് ചെറുതായിരിക്കണം. ഇതാണ് NR7 NR4. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ നിർമ്മിച്ച സ്കാനർ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ സ്കാനർ കാണിച്ചു തരും. ഇനി അതിൽ തന്നെ ഒരുപാട് സ്റ്റോക്സ് വരാണെങ്കിൽ നമുക്കൊന്നും കൂടി ഫിൽറ്റർ ചെയ്യാം. അതായത് ഇത്തരം സ്റ്റോക്സ് നമ്മളെടുത്ത് ചാർട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിൻ്റെ സ്റ്റോക്സ് ട്രെൻഡിങ് ആണോ അല്ലയോ എന്ന്. അതായത് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്സ് ആണെങ്കിൽ നമുക്ക് NR7 NR4 യൂസ് ചെയ്യുമ്പോൾ അതിൽ സെല്ല് വരാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. കാരണം നമുക്കറിയാം ആ സ്റ്റോക്സ് ട്രെൻഡിങ്ങിൽ പോവുകയാണ്, അപ്പോൾ അതിന് ബൈ ചാൻസ് ആണ് കൂടുതലെന്ന്. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നമുക്കത് സെല്ല് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം ബൈ കാണിച്ചാൽ നമുക്ക് എടുക്കണമെന്നില്ല. കാരണം നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കിയാൽ മതി. കാരണം നമുക്കറിയാം അതിൻ്റെ ഓവറോൾ ട്രെൻഡ് നെഗറ്റീവ് ആണെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്കൗട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാരോ റേഞ്ച് സ്റ്റോക്സ് ആണ്. വൈഡ് റേഞ്ച് സ്റ്റോക്സ് ഉണ്ട്. ഇതേപോലെ വൈഡ് റേഞ്ച് സ്റ്റോക്സിനെ പറ്റി ഞാനൊരു ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഡ് റേഞ്ച് സ്റ്റോക്സിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളിത് ബ്രേക്കൗട്ട് സക്സസ് സ്ട്രാറ്റജിയാണ്. അത് ബ്രേക്കൗട്ട് ചെയ്ത ബൈയും ലോ ബ്രേക്കൗട്ട് ആണ് സെല്ലും. പക്ഷേ നമ്മൾ വൈഡ് റേഞ്ച് എടുക്കുമ്പോൾ ബ്രേക്കൗട്ട് ഫെയിലിയർ സ്ട്രാറ്റജിയാണ്. അതായത് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ സെൽ ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ ഒരു വൈഡ് റേഞ്ച് ബ്രേക്കൗട്ട് സ്ട്രാറ്റജി കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ലിസ്റ്റിൽ അതുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രേക്കൗട്ട് ഫെയിലിയർ ആണ്. അതായത് ഹൈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്ന സ്റ്റോക്സുകൾ സെല്ല് ചെയ്യും, ലോ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്സ് ബൈയും ചെയ്യും. അതാണ് വൈഡ് റേഞ്ച് സ്ട്രാറ്റജി. ഇത് നാരോ റേഞ്ച് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും NR7 NR4 സ്റ്റോക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്സ് വരുന്ന ദിവസങ്ങളാണെങ്കിൽ വീണ്ടും ഒന്ന് ഫിൽറ്റർ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഇത് അപ്പ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സ് ആണോ ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സ് ആണോ നോക്കാം. അപ്പ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സ് ആണെങ്കിൽ ബൈ സൈഡ് നോക്കാം, ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സ് ആണെങ്കിൽ സെൽ സൈഡിൽ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ആൽഗോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും TradeTon വെബ്സൈറ്റിൽ. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ ഗുഡ് ബൈ.